അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ലാത്ത ഒരു 10 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാഹ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തത്, നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതെന്ത് കാര്യമാവട്ടെ, അത് ദീനിയായപരമാവട്ടെ, അത് ഭൗതികപരമാവട്ടെ, എന്തെങ്കിലും ടെക്നോളജി പരമാവട്ടെ, എന്തായാലും നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടോ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയാണോ? നമുക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് എങ്ങനെയാണ്, അല്ല ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അറിയില്ല, അല്ലെങ്കിൽ മറന്നുപോയി, പറഞ്ഞു കൊടുക്കൂല. എന്താ, എനിക്കറിയുന്നത് അവനിക്ക് അറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. രണ്ടാമത്തത്, മാതാപിതാക്കൾക്ക് സഹായിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും നമ്മുടെ ശാരീരികപരമായിട്ടാണെങ്കിലും എന്തായാലും മാതാപിതാക്കൾക്ക് നമ്മൾ സഹായിക്കുമ്പോൾ അതിന് പിശുക്ക് കാണിക്കാൻ പാടില്ല. അതിന് നമ്മൾ എത്രത്തോളം നമുക്ക് കഴിയുന്നു അത്രത്തോളം നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. മൂന്നാമത്തത്, ദാനധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്തുകൾ തീർന്നു പോവുകയാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി, അനാഥകർക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ സഹായം ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യത്തിൽ അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്തു തരികയാണ് ചെയ്യുന്നത്. നാലാമത്തത്, കുടുംബത്തിന് സമയം കണ്ടെത്തുന്ന കാര്യത്തിൽ. നമുക്ക് നാട്ടുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമുണ്ട്, നാട്ടുകാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള സമയമുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ കുറച്ച് സമയം ഇരുന്നു കൊണ്ട് അവരോടൊന്ന് സംസാരിക്കാൻ, അവരോടൊന്ന് സ്നേഹം പങ്കിടാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ആവാൻ പാടില്ല. കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. അടുത്തത്, നല്ല കാര്യം ചെയ്യുന്നതിൽ. നല്ല കാര്യം ചെയ്യാനുള്ള എന്തൊക്കെ അവസരങ്ങൾ നമുക്ക് വരുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ആ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു, അത് ചെയ്തു കൊടുക്കുക. ആരെങ്കിലും വേറെ ഒരു കാര്യം പറഞ്ഞു, അത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ, അത് എത്ര ചെറുതാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമാണോ അതങ്ങോട്ട് ചെയ്തു കൊടുക്കണം. അതിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചില ആളുകൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചത്തു പണിയെടുക്കും, പക്ഷേ നമ്മുടെ ആരോഗ്യം നോക്കൂല, സമയത്തിന് ഭക്ഷണം കഴിക്കൂല. ഇങ്ങനെയുള്ള നമ്മുടെ ആരോഗ്യം നോക്കാതെ നമ്മൾ മറ്റുള്ള ആളുകൾക്കായാലും നമുക്കായാലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചാൽ, അതുപോലെ തന്നെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ചോദിച്ചാൽ, ഇങ്ങനെ അള്ളാഹുവിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വല്ല സഹായവും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സാമ്പത്തികപരമാവട്ടെ അല്ലെങ്കിൽ ശാരീരികമാവട്ടെ ഏത് രൂപത്തിലാവട്ടെ നമ്മോട് ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. അതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. ആരെങ്കിലും നല്ല ഒരു പ്രവൃത്തി ചെയ്തു, അവരൊന്ന് അഭിനന്ദിക്കുക. ഒരു കുട്ടി നല്ല മാർക്ക് എടുത്തു, അവരെ ഒന്ന് അഭിനന്ദിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ ഒന്ന് മാഷാ അല്ലാഹ് നന്നായിട്ടുണ്ട്, ഇങ്ങനെ ഒരു അഭിനന്ദിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. ആവശ്യത്തിന് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ, അതിലൊന്നും കൂടുതൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ധൂർത്താവാനും പാടില്ല, അമിതമായി ചെലവഴിക്കാനും പാടില്ല. നമ്മൾ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ വളരെ താഴ്ന്ന, ആരും കണ്ടാൽ ഒരു വൃത്തിയില്ലാത്ത രൂപത്തിലുള്ള ആ രൂപത്തിൽ എടുക്കാൻ പാടില്ല, കാശ് കുറഞ്ഞത് എന്ന് വെച്ചിട്ട്. എന്നാലോ ഒരുപാട് ദൂരത്തുള്ളതും എടുക്കാൻ പാടില്ല. ഒരു ഇടനിലയിലുള്ള നല്ല ഡ്രസ്സുകൾ എടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നല്ല ദൂരത്തായിട്ട് ചെയ്യാതെ നല്ല നല്ല ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ എന്താക്കാൻ പാടില്ല, പിശുക്ക് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തെറ്റ് പറ്റിയാൽ ക്ഷമ ചോദിക്കുന്ന കാര്യത്തിലും പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മുടെ ചെറിയ തെറ്റ് വന്നുപോയി, അപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോൾ സോറി തെറ്റ് പറ്റിപ്പോയി, അത് എൻ്റെ വന്ന തെറ്റാണ്, ക്ഷമിക്ക്. ഇങ്ങനെ ഈ ക്ഷമ പറയുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. അതിന് എത്ര ചെറിയ കുട്ടികളോടാണെങ്കിലും നമ്മൾ തെറ്റ് വന്നു പോയാൽ, മോനെ എൻ്റെ വന്ന തെറ്റാണ്, സോറി ക്ഷമിക്കണം, ഇത് പറയുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഖ്ലാസോട് കൂടി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.